ടിഷ്യൂ കോട്ട സാരിക്കകത്ത് പുതിയൊരു ഡിസൈനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സീരീസിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഡിസൈൻസ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെയുള്ള ബ്ലൗസസ് കോമ്പിനേഷൻസിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രഡീഷണൽ ലുക്കും നമുക്ക് ഭയങ്കര രസമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന മുന്നേ ഉള്ള കോമ്പിനേഷൻസിലേ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതിൻ്റെ ഒരു അതുപോലത്തെ ഉള്ള ഒരു ലുക്ക് ഞാൻ ട്രൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു പഫ് സ്ലീവും ആ ഒരു ട്രഡീഷണൽ ഭയങ്കര നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ഷെയ്ഡിനകത്തൊക്കെ ആയിട്ട് ആൻഡ് ബോഡി ഫുള്ളായിട്ട് ഒരു തൈൽ ഡിസൈൻ്റെ ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു വേരിയേഷനിൽ ഫ്ലോറൽസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. ഓൾ ഓവർ ഈ സാരിക്കകത്ത് നമുക്ക് താഴെ പ്ലീറ്റ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് മാത്രം മുട്ടുന്നതായിട്ടാണ്. ഈ സാരി ഫുള്ളായിട്ട് നമുക്ക് വൈറ്റ് ത്രെഡ് എംബ്രോയിഡറിയിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനും എൻ്റെ വരേക്കും എംബ്രോയിഡറി വന്നിട്ട് ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആൻഡ് ദെൻ ഡബിൾ നോട്ട് ചെയ്തിട്ടുള്ള ടാസൽസ് ആണ് അതിനകത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ഉടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരുപാട് തിന്നായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്നൊരു സാരി ആയിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ കുറച്ച് ഹെവിയർ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഭംഗിയാണ് ഉടുക്കാൻ. പക്ഷേ ഈ സാരി കുറച്ചും നമുക്ക് മെലിഞ്ഞിരിക്കുന്നവർക്കും കോംപ്ലിമെൻറ്റ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു ഫോൾ ഓഫ് ദ സാരി ആക്ച്വലി ഹെൽപ്സ് യു ലുക്ക് എന്താ ഹെൽത്തിയർ. അങ്ങനത്തെ ഉള്ള ഒരു കുറച്ചും കൂടി നമുക്കൊരു ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ സാരീസ് ആക്ച്വലി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഡാർക്ക് ഒരു ലൈറ്റർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വണ്ണമൊക്കെ തോന്നിക്കണമെന്ന് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. ഇല്ല ഇപ്പോൾ എൻ്റെ ബിൽറ്റ് ആണെങ്കിലോ കുറച്ചും കൂടി ഹെവിയ ബിൽറ്റ് ആണെങ്കിലോ ഒക്കെ നമുക്കിത് നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് ഒതുക്കി ഉടുക്കണം എന്നുണ്ടെങ്കിലും ഉടുക്കാൻ പറ്റും. കുറച്ച് ആ പ്ലീറ്റ്സിൻ്റെ പോർഷനൊക്കെ നമുക്ക് കുറച്ചൊന്ന് വോളിയം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ ഇത് കോട്ട ടിഷ്യൂവിൽ കോട്ട വീവിങ് സ്റ്റൈലിൽ വന്നിക്കാണ്. ടിഷ്യൂവിൻ്റെ കൂടെ തന്നെ ഒരു ബേജ് ഷെയ്ഡാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ഏത് ട്രഡീഷണൽ കളേഴ്സിൻ്റെ കൂടെയോ നമുക്കൊരു മോഡേൺ ലുക്കാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മോഡേൺ എസ്തെറ്റിക്സ്, ട്രഡീഷണൽ എസ്തെറ്റിക്സും വരുന്നുണ്ട്, മോഡേൺ എസ്തെറ്റിക്സും വരുന്നുണ്ട്. അപ്പോൾ അത് പേസ്റ്റൽ കളേഴ്സ് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ഇറ്റ്. ആൻഡ് ട്രഡീഷണൽ ജ്വല്ലറിയുടെ കൂടെയും അല്ലാണ്ടുള്ള ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2799 ആണ്. BLDയുടെ കോഡിലാണ്, BLD 201. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വേരിയേഷൻസ്, കുറച്ചധികം ഡിസൈൻ വേരിയേഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. നല്ല സ്റ്റാർച്ച് ചെയ്ത കോട്ടൺ സാരീസ്, ഉടുത്താൽ ഉടുത്തിടത്തിരിക്കുന്ന സാരീസ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇക്കത്ത് ഡിസൈനാണ്. നമ്മൾ ഇതിൻ്റെ വേരിയേഷൻസ് മുന്നേ കൊണ്ടുവന്നപ്പോഴൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 2 ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസാണ്. അപ്പോൾ ഇക്കത്ത് വീവിങ് പാറ്റേണിൽ പ്യുവർ കോട്ടണിൽ നല്ല സ്റ്റാർച്ച്ഡ് ആയിട്ട് വരുന്ന സാരീസാണ് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ വീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതായത് സ്റ്റാർച്ച് ലെവൽ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാരീസിനെ നമുക്ക് വീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സിംഗിൾ വാഷൊക്കെ കഴിയുമ്പോഴത്തേക്ക് നോർമൽ സ്റ്റാർച്ചിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന സ്റ്റാർച്ച് ലെവലിലോട്ട് ഇതിനെ വാഷ് ചെയ്തൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. ആൻഡ് ഇത് വളരെ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസാണ്. നല്ല ഒരു ട്രഡീഷണൽ ഇക്കത്തിനകത്തൊക്കെ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ. 1599 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 2 കളേഴ്സിലാണ് നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വിത്തൗട്ട് ബ്ലൗസ് വരുന്ന സാരീസാണ്. ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും സിംപ്ലർ പ്രിൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈപ്സ് പോലെയുള്ള പ്രിൻറ്റ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു പോർഷനിൽ നമുക്ക് ആക്ച്വലി പ്ലെയിൻ ആയിട്ട് സ്ട്രൈപ്സ് വരുന്നുണ്ടാവും. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഈ പ്ലെയിൻ പോർഷനും വരുന്നുണ്ട്, ഇതിനകത്ത് പ്ലെയിൻ പോർഷൻ. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിനകത്ത് ചെറിയൊരു സ്ട്രൈപ്സ് വരുന്നുണ്ട്. ആക്ച്വലി അതിനകത്ത് ബ്ലൗസ് അല്ല, ബ്ലൗസ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇത് അകത്ത് പോകുന്ന പോർഷൻ കുറച്ചൊരു ട്രാൻസ്പെറൻറ്റ് ഫീൽ ആകുമ്പോഴത്തേക്ക് അകത്ത് പോകുന്ന പോർഷൻ ഈ ഒരുപാട് കൺഫ്യൂസിങ് ആവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രിൻ്റ് നമുക്ക് അതിൻ്റെ മേൾക്ക് മേളിൽ വന്നിട്ട് ഒരു വൃത്തികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ആ ഫസ്റ്റ് ലെയർ പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. സിമ്പിൾ ലുക്കിൽ വന്നിട്ടുള്ള പല്ലുവാണ്. ആൻഡ് ബോർഡർ പാറ്റേണിൽ ഒരു സിൽക്കി ടോൺ വന്നിട്ടുള്ള, ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തും ഒരു യെല്ലോ, ലൈറ്റർ ഷെയ്ഡിൽ യെല്ലോ സിൽക്കി യാൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സെറിയു ആണ് കേട്ടോ വന്നിരിക്കുന്നത്. 2ൻ്റെയും പ്രൈസ് റേഞ്ച് സെയിം ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ലിങ്കിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്.
സോ രണ്ടിനകത്തും ഈ ഒരു സെയിം ചെറിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സെറിയാണ് കൊടുത്തിരിക്കുന്നത്, ഗോൾഡൻ ടോണിൽ വന്നിരിക്കുന്ന സെറിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് സെയിം വീവിങ് പാറ്റേൺ ആണ് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് കളർ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നേവി ബ്ലൂവിൻ്റെ കൂടെ യെല്ലോ ആണ് അതിൻ്റെ ബോർഡർ വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഇക്കത്തിൻ്റെ ആ ഒരു ലുക്ക് കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് റെഡും യെല്ലോയുടെയും കോമ്പിനേഷനായിട്ട് വൈറ്റും കൂടെ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ബ്ലാക്കും അല്ലല്ലോ ഗ്രീനാട്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ, ഇറ്റ്സ് വെരി സിമിലർ ടു ബ്ലാക്ക്. അപ്പോൾ അത്രയും ഡാർക്കർ ആയിട്ടുള്ള ടോണിലാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ആൻഡ് ബോർഡർ പാറ്റേണിനകത്ത് നല്ലൊരു ടെമ്പിൾ ഡിസൈനും കൂടെ വരുന്നുണ്ട്. സിംഗിൾ ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ട്രാൻസ്പെറൻസി വരും കേട്ടോ ഇതിൻ്റെ അകത്ത്. ആൻഡ് ഇതൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ് അങ്ങ് പോവുകയും ചെയ്യും. സോ ഇതാണ് എൻ്റെ ഒരു ലുക്ക് വരുന്നത്. നമ്മൾ മുന്നേ കുറച്ച് നാൾ മുന്നേ ആണ് ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വരുന്ന സാരീസ് വാഷ് ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു ഫീല് വരുന്നത്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ഉടുക്കുകയാണ്, അപ്പോൾ വിതൗട്ട് വാഷ് ഉടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഒരു പ്ലീറ്റൊക്കെ ഒന്ന് പ്രീസെറ്റൊക്കെ ചെയ്യേണ്ടി വരും. സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ആ ഒരു അല്ലെങ്കിൽ ഡീസ്റ്റാർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക് വരുന്നത്. റെഡ് ആൻഡ് യെല്ലോ RP 410 ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ കോഡ്. അതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് 412 എന്ന കോഡിലും കൂടെ ആയിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം 1599 റേഞ്ചിൽ പ്യുവർ കോട്ടൺ സാരിയാണ്. ഇനി സമ്മേഴ്സ് വരുമ്പോഴത്തേക്ക് ഈ സാരീസൊക്കെ വളരെ പോപ്പുലർ ആവും കേട്ടോ. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി സ്റ്റൈലിഷ് ഓൾസോ. യു ക്യാൻ വെയർ ഇറ്റ് ആസ് ഇൻ എ സ്റ്റൈലിഷ് വേ ആസ് വെൽ. ഇങ്ങനത്തെ സാരീസിൻ്റെ ഒരു ഭംഗി അതാണ്. അങ്ങനെയും നമുക്കതിനെ ഡ്രൈപ്പ് ചെയ്യാം. സെമി ടെസർ ഫാബ്രിക്കിൽ ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. സെമി ടെസർ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദേശി ടെസർ സാരീസിലൊക്കെ ആ ഒരു മൾട്ടി ഷെയ്ഡഡ് ആയിട്ടാണ് അതിൻ്റെ ആ വീവിങ് പാറ്റേൺ വരുന്നത്. അതായത് അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കണ്ടോ ലൈൻസ് പോലെ ഒരു വീവിങ് പാറ്റേൺ. അത് നമ്മൾ പ്യുവർ ദേശി ടെസറിലാണെങ്കിൽ ഇതുപോലെ 2 ഷെയ്ഡുള്ള കൊക്കൂൺസിൻ്റെ ഒരുമിച്ച് വീവ് ചെയ്യുമ്പോൾ റോ ആയിട്ടുള്ള സിൽക്കിൽ വീവ് ചെയ്യുമ്പോൾ വരുന്നതാണെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദേശി ടെസർ സാരിയുടെ സെയിം ലുക്ക് ആൻഡ് ഫീലുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി കേട്ടോ. സെമി ടെസർ സാരി. സെമി ടെസർ സാരിയിൽ ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് കാന്ത എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ഹാൻഡ് എംബ്രോയിഡറി വന്നേക്കുന്നത് ബോർഡേഴ്സിൽ ഫുള്ളായിട്ട് കാന്ത എംബ്രോയിഡറി, ഹാൻഡ് കാന്ത വർക്കാണ്. മൾട്ടി കളർ ത്രെഡും ഒരു സീക്വൻസ് ഹൈലൈറ്റും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഹാൻഡ് വർക്ക് വന്നേക്കാണ്. ലേസി സ്റ്റിച്ചും അതുപോലെ ബട്ടൺ ഹോൾ സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഉള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. അതിലും ചെറുതായിട്ടൊരു സീക്വൻസ് ഹൈലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സാരിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ സ്കാറ്റർ ചെയ്ത് വന്നേക്കാണ്. മുന്താണി വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന മുന്താണി. ഇതും സീക്വൻസ് ഹൈലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മുന്താണിയിൽ ഫുള്ള് ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡിലുള്ള പൈപ്പിംഗ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുന്താണി വരുന്നത്. ഫുൾ സാരിയിൽ ഇങ്ങനെയാണ്. മുന്താണിയിലും ആ കാന്ത ഹൈലൈറ്റ് കുറച്ചുകൂടി ബ്രോഡറായിട്ട് വന്നിട്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. എല്ലാ ഫ്ലോറൽ പാറ്റേൺസ് ആണ്. ബുള്ളിയൻ നോട്ട്സും ബട്ടൺ ഹോൾ സ്റ്റിച്ചും ഒക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള മുന്താണി. ഇനി ഇതിൻ്റെ അടുത്ത കളർ വേരിയൻറ്റ് വന്നേക്കുന്ന ബ്ലൂ കളറിൽ സെയിം കളർ കോമ്പിനേഷൻ തന്നെ പിങ്ക്, മസ്റ്റർഡ് യെല്ലോ, അതുപോലെ വൈറ്റ്, ഇതെല്ലാ കളർ കോമ്പിനേഷനിലാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് ഈ സാരിയുടെ മുന്താണി വന്നേക്കുന്നത്. ഇതാണ് മുന്താണിയുടെ ഡീറ്റെയിൽ വന്നേക്കുന്നത്. ഇത് കണ്ടോ ഹാൻഡ് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടോ ഇതിൻ്റെ ആ ബാക്ക് സൈഡ് റിവേഴ്സ് സൈഡിൽ ഇങ്ങനെ ത്രെഡ് നിൽക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആയതുകൊണ്ടാണ്. ഇതാണ് മുന്താണി വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് കേട്ടോ. സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ. അതുപോലെ തന്നെ ബോർഡേഴ്സിൽ ഈ ഇതുപോലെയുള്ള ലൈൻസ് വന്നിരിക്കുന്ന വീവിങ് പാറ്റേൺ. ഇതാണ് സെക്കൻഡ് വേരിയൻറ്റ് വന്നിരിക്കുന്നത്. ഇത് BLD 193A വേരിയൻ്റ് ആണ്. കോഡൊന്ന് നോക്കോട്ടെ കേട്ടോ. BLD 193B വേരിയൻ്റ് ആണിത്. ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന മസ്റ്റർഡ് യെല്ലോ നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല ബ്രൈറ്റ് മസ്റ്റർഡ് യെല്ലോ അല്ലേ, ഇതൊരു മാംഗോ യെല്ലോ കളറാണ്. മാംഗോ യെല്ലോയിൽ പൈപ്പിംഗ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പൈപ്പിംഗ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ. മാംഗോ യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺ വരുന്ന മുന്താണി ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ്. ബോർഡേഴ്സിൽ കാന്ത എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്ന വൃത്തിയായിട്ടുള്ള സാരി. BLD 193
എ വേരിയൻ്റ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. BLD 193A സ്കാറ്റേർഡ് ആയിട്ട് ഫുൾ സാരിയിൽ ഇതുപോലെ ബൂട്ടാസ് വന്നിട്ടുണ്ട്. ഫ്ലോറൽ ബാഞ്ചസ് ആണ്, മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് വരുന്ന ഫ്ലോറൽ ബാഞ്ചസ്. ഇതാണ് സാരിയുടെ മുന്താണി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ വന്നേക്കുന്ന സാരിയാണ്. മസ്റ്റർഡ് യെല്ലോ, ബ്ലൂ ആൻഡ് ബേജിൽ വന്നേക്കുന്ന എല്ലാത്തിൻ്റെയും ബോർഡേഴ്സിൽ വന്നേക്കുന്നത് മെറൂൺ കളറിലുള്ള പൈപ്പിംഗ് ത്രെഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പിംഗ് ആണ്. ബോഡിയിൽ മൾട്ടി കളറായിട്ടുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺസ് ആണ്. എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് എല്ലാം ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഹാൻഡ് കാന്ത, അതുപോലെ തന്നെ സീക്വൻസിൻ്റെ ചെറിയ ഹൈലൈറ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. BLD 193ABC എന്നീ കോഡ്സിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് വരുന്നതല്ലേ 3299 ആണ് പ്രൈസ് വരുന്നത്. എല്ലാ സാരീസും വെയർ ചെയ്തിട്ടുള്ള ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.